ഒരാളായാവത്താലെ മാലത്താലെ ചിണ്ടു എന്താ മൊഴു നമ്മളെവിടെ എത്തി മൊയിലു ബാക്കി കഥ പറയാനുണ്ട് എനിക്ക് എന്റെ ഗായ്ഷിനോട് ബാക്കി പറയട്ടെ ഞാന് മൊയിലു തന്നെ അങ്ങോട്ട് നോക്ക് വാവ് വർണ്ണശുഭ്ലമായ സ്ഥലം മനോഹരമായ ഒരു ബംഗ്ലാവ് ഇത് ഗവൺമെന്റിന്റെ എന്താ തള്ളപ്പെടുത്താറാണ് എന്നെക്കറിയോ മൊയിലു പറ എന്താ ഇത് എനിക്കിഷ്ടം നമുക്ക് ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാം മൊയിലു വണ്ടി എവിടെയൊന്നും വെക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് മുന്നോട്ട് പാർക്ക് ചെയ്യാൻ പോവുകയായിരുന്നു ഞങ്ങൾ. അപ്പോൾ ആ ഡെവലപ്പെടുത്തക്കാരൻ എന്നെ ബെല്ലി ഡാൻസ് കളിപ്പിക്കുകയാണ് ഗായ്സ്. അങ്ങനെ ഞാൻ കുറച്ച് പുറത്തു. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം എന്റെയും എന്റെ മുഴുവൻ്റെയും മുഖത്തുണ്ടായിരുന്നു. ഞാൻ അവിടേക്ക് പോകാൻ വേണ്ടി വിമ്പൽ കൊള്ളുമ്പോൾ എന്റെ മൊയിലു പാനിപുരി കറയുണ്ടോ നോക്കുമായിരുന്നു ഗൈസ്. ാറ്റം എന്നിട്ട് എന്റെ സന്തോഷത്തിന് വേണ്ടി ഞാനൊന്ന് ഡ്രൈനേജ് മറക്കാൻ പോയപ്പോൾ എന്റെ മൊയിലു എന്നെ കയ്യിലെടുത്തിട്ട് എന്നോട് പറഞ്ഞു ഇനി ഞാൻ ഡ്രൈനേജ് മറന്നില്ല ഇന്ന് ഞാൻ അതിലിടും. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് എന്റെ നെറ്റിയിലല്ല മുഖത്തൊരു ഉമ്മ തന്നുകൊണ്ട് ഞങ്ങൾ നടക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടെ എത്തി ഞങ്ങളുടെ കാര്യങ്ങൾ തീർക്കാൻ നോക്കി. മൊയിലു എന്നെ ഇങ്ങനെ പിടിച്ചും തിരിച്ചു പിടിച്ചും ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ഗൈസ്. ഞാൻ ശ്രദ്ധിക്കാണ്ട് ബാക്കോട്ട് നോക്കി നിന്നു. പിന്നെയാണ് ഗൈസ് ഒരു കാര്യം സംഭവിച്ചത്. ചിന്തു എന്ന് പറഞ്ഞാൽ ഫ്ലവറടാ ഫയറടാ. ചിന്തുവിന് ഇന്റർനാഷണൽ ഫാൻസ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ജാടിയൊക്കെ ഇട്ടു. പിന്നെ അവർ താല്പര്യമുള്ള എന്നെ ചിന്തു എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അതെ എന്തൊക്കെയോ ചോദിച്ചു, എനിക്ക് ഭാഷ മനസ്സിലായില്ല. അപ്പൊ ഞാൻ തിരിഞ്ഞ് മാറി നിന്നു. മാറില്ല. പിന്നെ ഒരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തു. അത് രണ്ട് കള്ളത്താടിച്ചും അങ്ങനെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു വന്നപ്പോൾ എന്റെ ഫ്രണ്ട്സ് പിന്നെയും വന്നു. എനിക്ക് വയ്യ. അത് കഴിഞ്ഞപ്പോൾ മൊയിലൂന്ന് പാനിപുരി കട കള്ളത്താടി കണ്ടുപിടിച്ചു കൊടുത്തു. എന്നിട്ട് പാനിപുരി വാങ്ങി. കേരങ്ങേട്ടായി ഞാൻ എനിക്ക് പെഡിഗ്രി കിട്ടാത്ത വിഷമത്തിലായിരുന്നു. പെഡിഗ്രി നോക്കട്ടെ ഗായ്സ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ് ഗായ്സ്. ബൈ ബൈ ഗായ്സ്. ഞാനിതൊക്കെ നോക്കട്ടെ. ബൈ ബൈ ബൈ.